ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ പവർ ഓഫ് ഐ, ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, അതേപോലെ ഡിവൈഡ് ചെയ്യാനും പഠിക്കണം. കൂടാതെ അടുത്തതാണ് കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ, മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് കോംപ്ലക്സ് നമ്പർ? അതിൽ തന്നെ ഉണ്ട് അല്ലെ, ഒരു നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം കുറച്ച് നമ്പേഴ്സ്, അതായത് റിയൽ നമ്പർ, നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ്, അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ഉള്ള വേറൊരു നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ. ഡെഫിനീഷൻ നോക്കിയാൽ എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനീഷൻ? എ നമ്പർ ഓഫ് ദി ഫോം a+ib where a and b are real numbers is defined to be a complex number. അതായത് a+ib ഫോമിലുള്ള നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ എയും ബിയും എന്തായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. a+ib ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞേക്കണം? എയും ബിയും എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് വെച്ചാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു a+ib. ഈ ഫോമിലായിരിക്കണം എന്ത് കോംപ്ലക്സ് നമ്പർ ഉണ്ടാവേണ്ടത്. ഒരു എക്സാമ്പിൾ എടുത്താൽ ഈ എയും ബിക്കും പകരം എന്ത് വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു 2 + 3i എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ആണ്. ഇനി അത് തന്നെ ആവണമെന്നില്ല. നെക്സ്റ്റ് z ഈസ് ഈക്വൽ ടു -3 + i എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ നോക്കിയേ, നമ്മള് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. പവർ ഓഫ് i x² + 1 = 0 എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² = എന്തെന്ന് എഴുതാം? +1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം അല്ലെ. അതായത് +1 ഇപ്പുറത്തോട്ട് പോകുമ്പോ -1 എന്നാകും. x = എന്ന് വരും, സ്ക്വയർ കളയുമ്പോ ഈ സൈഡിൽ √-1 എന്ന് വരും. √-1, എക്സിന്റെ വാല്യൂ എന്താണ്? √-1 എന്ന് വന്നു. ഇനി റൂട്ടിന്റെ ഉള്ളില് നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് വന്നാല് എന്താണ്? അതിന് വാല്യൂ എന്ന് പറയുന്നത് ഇമാജിനറി വാല്യൂ ആണ്. ആ ഇമാജിനറി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്? i എന്ന് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് കോംപ്ലക്സ് നമ്പർ കഴിഞ്ഞിട്ട് അത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? പവർ ഓഫ് i എന്നാണ്. i എന്താണെന്നുള്ളത് പഠിക്കണം അല്ലെ. ഇവിടെ നമ്മൾ എന്താണ്? x² + 1 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനില് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കാണുക, അതാണ് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. x² = +1 എന്നുള്ളതിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, അത് -1 എന്നാകും. x √-1 എന്ന് വരും. അതായത് ഒരു നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് വന്നാൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇമാജിനറി റൂട്ട് ആയിരിക്കും. ആ ഇമാജിനറി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് കൊടുത്തത്? √-1 എന്നുള്ളത് i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ആ ഇമാജിനറി വാല്യൂവിനെയാണ് i എന്ന് പറഞ്ഞത്. ഐയുടെ വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? √-1 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ i = √-1 എന്നാണെങ്കിൽ i² വാല്യൂ കണ്ടുപിടിക്കാലോ. √-1 സ്ക്വയർ എടുക്കണം. അതായത് എന്ത് വരും? √-1² എന്ന് പറഞ്ഞാല് -1 എന്ന ആൻസർ കിട്ടും. ഐന്റെ വാല്യൂ √-1 ആണെങ്കിൽ i² എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആണ്. ഇനി അടുത്ത പവർ നോക്കിയേ, i² കഴിഞ്ഞാൽ നെക്സ്റ്റ് i⁻³ കാണാം. i³ കണ്ടുപിടിക്കാം. i³ നമുക്ക് എന്തെന്ന് എഴുതാം? i² × i എന്ന് എഴുതാം അല്ലെ. i³ = i² × i എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ i² × i എന്ന് പറയുന്നത് i³ എന്നായിരിക്കും. i² വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ട് മുകളിൽ കണ്ടുപിടിച്ച് വെച്ചതാണ് -1 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ i² ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് -1 ×
ഐ എന്ന് കിട്ടും. -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് -i എന്ന് ആൻസർ വരും. അതായത് ഐ ക്യൂബിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? -1 ആണെന്ന് കിട്ടി. ഇതേപോലെ അടുത്ത വാല്യൂ i⁻⁴ കണ്ടുപിടിക്കാം. ഈക്വൽ ടു i⁻⁴ എന്തെന്ന് എഴുതാം? -i² ഇൻറ്റു i² എന്ന് എഴുതാം. i²ന്റെ വാല്യൂ നമുക്കറിയാം എന്തായിരുന്നു? -1² ഇൻറ്റു -1² ഈക്വൽ ടു -1ന്റെ സ്ക്വയർ 1, 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. i⁻⁴ ന്റെ വാല്യൂ എത്ര കിട്ടി? 1 ആണെന്ന് കിട്ടി. ഈ വാല്യൂസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഏതൊക്കെ വാല്യൂസ് ആണ്? ഐന്റെ വാല്യൂ √-1 ആണെന്നോ, i²ന്റെ വാല്യൂ -1, ഐ ക്യൂബിന്റെ വാല്യൂ -i, അതുപോലെ തന്നെ i⁻⁴ ന്റെ വാല്യൂ എന്താണ്? 1 ആണെന്നുള്ള ഈ 4 വാല്യൂസ് നമ്മൾ പഠിക്കണം. i ഈക്വൽ ടു √-1, i² ഈക്വൽ ടു i ഈക്വൽ ടു √-1, i² ഈക്വൽ ടു -1, i ക്യൂബ് ഈക്വൽ ടു -i and i⁻⁴ ഈക്വൽ ടു 1. ഈ 4 വാല്യൂസ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അപ്പൊ ഇതാണ് പവർ ഓഫ് ഐ. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഇമാജിനറി വാല്യൂ. അതായത് ഒരു റൂട്ടിന്റെ ഉള്ളിൽ -1 വന്നിട്ടുണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതിന് ഇമാജിനറി വാല്യൂ ആയിരിക്കും. ആ വാല്യൂ ആണ് നമ്മൾ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് √-1ന്റെ വാല്യൂ എന്താണ്? √-1 എന്നുള്ളത് ഐ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ i² കണ്ടുപിടിക്കുക, i ക്യൂബ് കണ്ടുപിടിക്കുക, i⁻⁴ കണ്ടുപിടിക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വാല്യൂ ഓഫ് i⁻⁹? അങ്ങനെയാണെങ്കിൽ i⁻⁹ വാല്യൂ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ തന്നെ i⁻⁸ വാല്യൂ ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാട്ടോ. ഇത് സിമ്പിൾ മെത്തേഡ് ഒരെണ്ണം ടീച്ചർ പറഞ്ഞുതരാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? i⁻⁹ വാല്യൂ ആണ് അല്ലെ. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് അറിയുന്നത് എവിടെയാണ്? i⁻⁴ വരെയുള്ള ആൻസർ അറിയാം. i⁻⁴ വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് i⁻⁴ ഏതാണോ തന്നിരിക്കുന്നത് ആ നമ്പറിനെ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് i⁻⁹ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ i⁻⁹ ആ പവർ ആയിട്ട് വരുന്ന നമ്പർ, അതായത് 9നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 4 കൊണ്ട് നമ്മൾ നോർമൽ ഡിവിഷൻ എന്താണോ അത് ചെയ്യാം. അതായത് 9 ഡിവൈഡഡ് ബൈ 4 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. 2 × 4 8. റിമൈൻഡർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഈ റിമൈൻഡർ കിട്ടിയ നമ്പർ എന്താണോ അതാണ് ഇനി അടുത്തത് എന്ത് ചെയ്യേണ്ടത്? ഐയുടെ പവർ ആക്കി എഴുതേണ്ടത്. അതായത് i⁻⁹ ഈക്വൽ ടു അതെന്തായി? പുതിയതായിട്ട് കിട്ടിയ റിമൈൻഡർ എന്താണോ ആ റിമൈൻഡർ എടുത്ത് എഴുതാം. i⁻⁴ എന്ന് കിട്ടും. i⁻⁴ എന്ന് വെച്ചാൽ എന്ത് ഐ ആണ്. ഇനി ഇവിടെ ഓപ്ഷൻ നോക്കിയേ. ആൻസർ ഐ എന്നുള്ളത് ഉണ്ട് അല്ലെ. ഓപ്ഷൻ ബി ആണ് എന്തെന്ന്? ആൻസർ ഐ എന്ന് വരുന്നത്. അതായത് i⁻⁹ വാല്യൂ എന്തെന്ന് കിട്ടി? ഐ എന്ന് കിട്ടി. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ? നമുക്ക് ഏതിന്റെ ആണോ കാണേണ്ടത് അതിന് പവർ ആയിട്ട് കിടക്കുന്ന നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എന്താണോ വരുന്നത് ആ റിമൈൻഡറിനെ പിന്നീട് ഐയുടെ പവർ ആക്കി എഴുതാം. അതിൽ ഏതാണോ വാല്യൂ വരുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. i⁻⁴ ആണ് വന്നത്. i⁻⁴ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? i⁻⁸ ഈക്വൽ ടു തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതാണ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. i⁻⁸ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഓപ്ഷനിൽ 1 ഉണ്ട്, 0, -1, i എന്നാണ് തന്നേക്കുന്നത്. ഇതിന് i⁻⁸ വാല്യൂ ഏതാണെന്ന് കാണണം അല്ലെ. എങ്ങനെയാ ചെയ്യാ? ഐയുടെ പവർ ആയിട്ട് വന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 18 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 18 ഡിവൈഡഡ് ബൈ 4 കണ്ടുപിടിക്കുക. 18ൽ 4 ടൈംസ് 16 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും. അതായത് റിമൈൻഡർ വന്നതിന് i⁻⁸ ആയിരുന്നു നമുക്ക് കാണേണ്ടത്. i⁻⁸ൽ 18നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് റിമൈൻഡർ എന്താണോ വന്നത് ആ റിമൈൻഡർ എന്താക്കി കൊടുക്കണം? ഇനി ഐയുടെ പവർ ആയിട്ട് എഴുതണം. അതായത് i² എന്ന് വരും. ഈ സ്ക്വയർ എങ്ങനെ? ഈ റിമൈൻഡർ എടുത്താണ് നമ്മൾ ഇങ്ങോട്ട് എഴുതാം.
ഐ സ്ക്വയർ ഈക്വൽ ടു, ഐ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് √-1, ഐ സ്ക്വയറിന്റെ വാല്യൂ -1, ഐ ക്യൂബിന്റെ വാല്യൂ എന്താണ്? -i റേസ്ഡ് 4ന്റെ വാല്യൂ 1. ഈ 4 വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നോക്കിയേ, ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പൊ ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ i⁻8ന്റെ ആൻസർ എത്രയാണ്? i⁻8ന്റെ ആൻസർ -1 എന്ന് കിട്ടും. അതിലേതൊക്കെ ആൻസർ? ഓപ്ഷൻ സി വരും ട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഇനി നോക്കിയേ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. i⁻9 +i⁻19 അതിന്റെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. അതായത് i⁻9 +i⁻19ന്റെ വാല്യൂസ് എന്താണെന്ന് കാണണം. നോക്കാം ട്ടോ. i⁻9 +i⁻19 ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. i⁻9 എന്ന് പറയുമ്പോൾ 9നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9/4 ചെയ്യണം. 9/4 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ് പോകും. 8, റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അതായത് i⁻9ന്റെ വാല്യൂ എത്രയാണ്? i⁻1 എന്ന് എഴുതാം. പ്ലസ് ഇതേപോലെ തന്നെ i⁻1 എങ്ങനെയാ വന്നത്? ഇവിടുത്തെ റിമൈൻഡർ എന്താണോ അതാണ് നമ്മൾ ഇനി പവറാക്കി ഐയുടെ പവറാക്കി എഴുതണത്. i⁻19 എന്ന് പറയുമ്പോഴോ 19നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 4 ടൈംസ് പോകും. 16, റിമൈൻഡർ 3 വരും. ഇനി റിമൈൻഡർ 3 വന്നാൽ ഇതിന്റെ വാല്യൂ i⁻, ആ റിമൈൻഡർ എന്താണോ അതാണ് ഇനി പവർ ആക്കി എഴുതേണ്ടത്. i⁻3 കിട്ടി. ഇനി i⁻1 എന്ന് വെച്ചാൽ i ആണ്. i പ്ലസ് i⁻3യുടെ വാല്യൂ നമുക്കറിയാം. ഐ ക്യൂബിന്റെ വാല്യൂ -i എന്നാണ്. ഇനി ഇവിടെ നോക്കിയേ, i + -i സെയിം നമ്പർ പ്ലസും മൈനസും വന്നാൽ അത് എന്ത് ചെയ്യും? 0. അത് ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. i + -i എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അതായത് i⁻9 + i⁻19ന്റെ വാല്യൂ എത്രയാണ്? 0 എന്ന് വരും. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് i⁻35? എന്താണ് കാണേണ്ടത്? i⁻35 ആണ് കാണേണ്ടത്. നോക്കാട്ടാ. i⁻35നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/i⁻35 എന്ന് എഴുതാം അല്ലെ? ഇവിടെ പവറിൽ നെഗറ്റീവ് ഉണ്ട് അല്ലെ? ആ നെഗറ്റീവിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? 1/i⁻35 എന്ന് എഴുതണം. ഇനി i⁻35 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം? 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്താണോ റിമൈൻഡർ, ആ റിമൈൻഡർ ഐയുടെ പവർ ആക്കി എഴുതണം. അപ്പൊ എങ്ങനെ വരും? 35 / 4. 8 ടൈംസ് പോകും. 32 / ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. റിമൈൻഡർ 3 വരും. റിമൈൻഡർ 3 വരുമ്പോ അതിനെന്ത് വരും? 1/i⁻. ഇനി 35ന് പകരം കിട്ടിയിരിക്കുന്ന ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എന്താണോ ആ റിമൈൻഡർ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ 1/i⁻3 എന്നായി. 1/i⁻3 എന്ന് വെച്ചാൽ എന്താണ്? i⁻3ന്റെ വാല്യൂ ഐ ക്യൂബിന്റെ വാല്യൂ -i ആണ് അല്ലെ? ഇങ്ങനെ എഴുതുന്നതും -1/i എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. 1/-i എന്ന് എഴുതിയാലും അല്ലെങ്കിൽ -1/i എന്ന് എഴുതിയാലും ഒരേ വാല്യൂ തന്നെയാണ് അല്ലെ? നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്ററിലാണ് i കിടക്കുന്നത്. നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? i വരരുത്. അതിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് കളയണം. അതിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഞാൻ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഇതെന്തിനാണ് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? നമ്മൾക്ക് താഴെ ഡിനോമിനേറ്ററിൽ i ഉണ്ട്. അപ്പൊ iനെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റണം. അതായത് അങ്ങനെ മാറ്റാൻ വേണ്ടി ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്തു? i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തെന്ന് കിട്ടും? -1 × i - i ഡിവൈഡഡ് ബൈ i × i എന്നാണ് വന്നേക്കുന്നത് അല്ലെ? i × i എന്ന് പറയുന്നത് എന്താണ്? i സ്ക്വയർ എന്ന് എഴുതാം. അതായത് -i ഡിവൈഡഡ് ബൈ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ഐ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് -1 ആണ് അല്ലെ? ഇനി രണ്ടോടത്തും നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ i/1 എന്നായി. i/1 എന്ന് വെച്ചാൽ എന്താണ്? i ആണ്. അപ്പൊ അത് ആൻസർ എന്തെന്ന് കിട്ടി? i⁻-35ന്റെ ആൻസർ i എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് 4x plus I into 3x minus y equal to 3 plus I into -6 എന്നാണ് പറഞ്ഞേക്കുന്നത്. Where x and y are the real numbers and find the values of x and y. അതായത് നമ്മൾ പറഞ്ഞു z എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യണത് അല്ലെ. z എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുക. കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്താണ്? +IB ഫോമിലുള്ള നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ a എന്നതും b എന്നതും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ a എന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? റിയൽ പാർട്ട്. എ എന്ന നമ്പർ എന്ന് പറയുന്നത് റിയൽ പാർട്ടും ഈ IB എന്ന് പറയുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത്, ഈ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമാജിനറി പാർട്ടും ആയിരിക്കും. എന്താണ്? ഇമാജിനറി പാർട്ടും ആണ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന് ഇമാജിനറി പാർട്ടും ഉണ്ട്, അതേപോലെ റിയൽ പാർട്ടും ഉണ്ട്. z എന്ന് പറയുന്ന z ഈസ് ഈക്വൽ ടു a പ്ലസ് IB എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം. അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു a പ്ലസ് IB എന്നാണ്. അതിൽ എയും ബിയും എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് പാർട്ട് ഉണ്ട്. അതേതാണ്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അതിൽ a എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്. I വരുന്ന ഭാഗമാണ്, അതായത് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? I വരുന്ന ഭാഗമാണ് ഇമാജിനറി പാർട്ട് എന്ന് നമ്മൾ പറയാം. ഇനി നോക്കിയാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്, ഇപ്പൊ Z1 Z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ Z1 എന്ന് പറയുന്നത് a പ്ലസ് IB എന്നും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ C പ്ലസ് ID എന്നും എടുത്താൽ Z1 ഈക്വൽ ടു Z2, അതായത് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും ഈക്വൽ ആണെങ്കിൽ A ഈക്വൽ ടു C എന്നായിരിക്കണം. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും B ഈക്വൽ ടു എന്തായിരിക്കണം? D എന്നും ആയിരിക്കണം. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം, അതേപോലെ അതിന്റെ റിയൽ പാർട്ടുകളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയണേ? ഇഫ് 4x plus I into 3x minus y equal to 3 plus I into -6 where x and y are real numbers, find the values of x and y. അതായത് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. അതുപോലെ തന്നെ വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇത് രണ്ടും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പറിലും വേരിയബിൾസ് ഉണ്ട് അല്ലെ. എന്താണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, y എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാട്ടോ. 4x plus I into 3x minus y എന്ന് പറയുന്നതാണ് ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ. ഈക്വൽ ടു അടുത്ത കോംപ്ലക്സ് നമ്പർ എന്താണ്? 3 plus I into -6. രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും, അതേപോലെ ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? I ഇല്ലാത്ത ടേം ആണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. I ഉള്ള ടേമിനെയാണ് ഇമാജിനറി പാർട്ട് എന്നും പറയുന്നത്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? 4x ആണ്. 4x. അതിന് ഈക്വൽ ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള റിയൽ പാർട്ട് അടുത്ത കോംപ്ലക്സ് നമ്പറിൽ ഏതാണ്? 3 ആണ്. അപ്പൊ 4x ഈക്വൽ ടു ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? 3 ആണ്. I ഇല്ലാത്ത ടേം അല്ലെ. അപ്പൊ 4x ഈക്വൽ ടു 3 ഇത് ഇക്വേറ്റ് ചെയ്യുക. രണ്ട് കോംപ്ലക്സ് നമ്പർ ആയിട്ട് റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, അതേപോലെ ഇമാജിനറി പാർട്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇതിൽ നിന്നും x കണ്ടുപിടിക്കാലോ. 4x ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു എന്തെന്ന് വരും? 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. എക്സിന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 3/4 എന്നാണ്. ഇനി ഇത് നമ്മൾ റിയൽ പാർട്ടുകൾ തമ്മിലാണ് ഇക്വേറ്റ് ചെയ്തത്. ഇനി ഇത് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇമാജിനറി പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇമാജിനറി പാർട്ട് ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പറിൽ ഏതാണ്? I ഉള്ള ടേം. ഐയുടെ കൂടെ കിടക്കുന്നത് 3x minus y എന്ന് പറയുന്ന ടേം ആണ്. ഈക്വൽ ടു അതേപോലെ ഇവിടെ ഐയുടെ ടേം -6 ആണ്. ഇനി ഇതില് എക്സിന്റെ ടേം നമുക്കറിയാം. എക്സ് നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ് 3/4. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ എന്തെന്ന് കിട്ടും?
3 into 3/4 minus y equal to 6 എന്ന് കിട്ടും. ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതെന്ത് കിട്ടും? 3 into 3 9/4 minus y equal to -6 എന്ന് വരും. ഇനി നമുക്ക് y ആണ് കാണേണ്ടത് അല്ലെ. y ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് കിടക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് പോസിറ്റീവിലോട്ട് മാറ്റണം. അപ്പൊ നെഗറ്റീവ് y-നെ ഈക്വലിന്റെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയാൽ അതെന്താകും? പോസിറ്റീവ് ആകും. ഈക്വലിന്റെ അടുത്ത് കിടക്കുന്ന -6-നെ എന്ത് ചെയ്യാ? ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. അപ്പൊ അതെന്താവും? 9/4. -6 എന്നുള്ളത് ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോ +6 ആകും. ഈക്വൽ ടു നെഗറ്റീവ് y-നെ എന്ത് ചെയ്യാ? അപ്പുറത്തെ ഈക്വലിന്റെ അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകാം. അത് അപ്പൊ പോസിറ്റീവ് y എന്നും ആകും. ഇനി എന്താ ചെയ്യാ? രണ്ട് ഫ്രാക്ഷൻസ് ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണോ ഉള്ളത്. 9 into 1 9 plus 6 into 4 24 all divided by 4 equal to y. 9 plus 24 by 4 equal to y എന്ന് കിട്ടും. ഇത് 9 plus 24 എന്ന് പറയുന്നത് 33/4 equal to y. y-യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 33/4 ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് 2 plus 3i plus -6 plus 5i. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അതായത് ബി എന്ന് പറയുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാനും, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണോ ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യനില് 2 plus 3i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. പ്ലസ് -6 plus 5i എന്ന് പറയുന്നത് വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാല് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റിയൽ പാർട്ടും തമ്മിൽ ആഡ് ചെയ്യുക. അതേപോലെ ഇമാജിനറി പാർട്ടും തമ്മിൽ വേണം എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 2 - 6 plus 3i plus 5i ഇങ്ങനെ വരും അല്ലെ. റിയൽ പാർട്ടുകൾ ഒരുമിച്ച് എഴുതി, ഇമാജിനറി പാർട്സ് ഒരുമിച്ച് എഴുതി. ഇനി നോക്കിയേ, 2 - 6 എത്രയാണ്? -4 plus 3i plus 5i. 3iയുടെ കൂടെ 5i കൂട്ടുമ്പോ ടോട്ടൽ 8i എന്ന് കിട്ടും. അതായത് വീണ്ടും എന്ത് കിട്ടി? വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്താല് വീണ്ടും എന്തെന്നായിരിക്കും? വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്? പറഞ്ഞേ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യണം, അതേപോലെ ഇമാജിനറി പാർട്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 2 plus 3i minus 5 minus 2i എന്നാണ് അല്ലെ. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യാനാണ്? സബ്ട്രാക്ട് ചെയ്യാനാണോ ഉള്ളത്, മൈനസ് ചെയ്യാനാണോ ഉള്ളത്. ഇവിടെ നോക്കിയേ, ഈ ബ്രാക്കറ്റിന് തൊട്ട് മുന്നായിട്ട് നെഗറ്റീവ് എന്ന് പറയുന്ന സൈൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കണം. അതായത് 2 plus 3i നെഗറ്റീവ് ഇൻറ്റു 5 -5 നെഗറ്റീവ് ഇൻറ്റു -2i. രണ്ട് നെഗറ്റീവ്സ് വരും. അപ്പൊ അതെന്താവും? പോസിറ്റീവ് 2i എന്ന് വരും. ഇനി എന്ത് ചെയ്യാ? റിയൽ നമ്പേഴ്സും റിയൽ പാർട്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ ഇമാജിനറി പാർട്സുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 2 - 5 അതായത് -3 എന്ന് കിട്ടും. പിന്നെ അടുത്തത് എന്താണ്? 3i plus 2i. 3iയുടെ കൂടെ എത്ര കൂട്ടണം? 2i കൂട്ടണം. പ്ലസ് 5i എന്ന് വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തെന്നിട്ട്? -3 plus 5i എന്ന് വരും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2 plus 3i into 4 plus 5i എന്നാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സാധാ നോർമൽ ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ആദ്യത്തെ ബ്രാക്കറ്റിത്തെ ഓരോ എലമെന്റിനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിത്തെ ഓരോ എലമെന്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ എലമെന്റിനെ രണ്ടാമത്തെ ബ്രാക്കറ്റിത്തെ ഓരോ എലമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്തായിരിക്കും? 2 into 4 8 plus 2 into 5i 10i 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്ത് ചെയ്യണം? 3i into 4 plus 12i. 3i into 4 12i.
നെക്സ്റ്റ് 3i into 5i എന്നാണ്. 3i into 5i എന്ന് പറയുന്നത് എത്ര വരും? 3 into 5 15. പിന്നെ i into i കൂടി ഉണ്ട് അല്ലെ, അതപ്പോ എത്രയാണ്? i സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നോക്കാം, ഇവിടെ രണ്ടായിട്ട് ടേംസ് ഉണ്ട് അല്ലെ, 10i plus 12i ഉണ്ട്. അത് ആഡ് ചെയ്ത് എഴുതാലോ. അപ്പൊ എത്ര വരും? 8 plus 10i plus 12i 22i എന്ന് വരും. പ്ലസ് 15 ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ 15 into -1 എന്ന് വരും. എന്താണ് നമ്മളിവിടെ ചെയ്തത്? ഐ സ്ക്വയറിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 8 plus 22i 15 into -1 എന്ന് വന്നു അല്ലെ, അതായത് -15. ഇനി എന്താ ചെയ്യാ? രണ്ട് നമ്പേഴ്സ് ആണ്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ 8 minus 15 എത്രയാണ്? -7 പ്ലസ് നെക്സ്റ്റ് ഐ ഉള്ള ടേം 22i. ഇതും എന്ത് തന്നെയാണ് കിട്ടിയത്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. അതിന്റെ വാല്യൂ എത്രയാണ്? -7 plus 22i. -7 എന്ന് പറയുന്നത് റിയൽ പാർട്ടും 22i എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 into 7 plus 7i plus i into 7 plus 7i in a plus ib form. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ കോംപ്ലക്സ് നമ്പറിനെ എന്തിലോട്ട് മാറ്റണം? a plus ib ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. നോക്കാം. 3 into 7 plus 7i plus i into 7 plus 7i എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് നമ്പർ. ഇനി ഇതിനാണ്, ഈ കോംപ്ലക്സ് നമ്പറിനെയാണ് നമുക്ക് a plus ib ഫോമിലേക്ക് മാറ്റേണ്ടത്. ആദ്യം എന്ത് ചെയ്യാ? ബ്രാക്കറ്റിന് തൊട്ട് മുന്നിൽ നമ്പേഴ്സ് ഉണ്ട്, അതിനെന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 7 21 plus 3 into 7i 21i. അപ്പൊ 3നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന ഐനെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. i into 7 7i പ്ലസ് i into 7i എന്ന് പറയുന്നത് 7i സ്ക്വയർ എന്നും വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഐ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലെ, ഐ സ്ക്വയറിന് പകരം അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 21i ഉണ്ട് 7i ഉണ്ട്, അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ 21 പ്ലസ് 21i plus 7i എന്നാണ്. അത് എത്ര കിട്ടും? 28i എന്ന് വരും. പ്ലസ് 7 into ഐ സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതെന്ന് വരും? -1 എന്ന് വരും. നോക്കാം. 21 plus 28i 7 into -1 -7i. ഇനി എന്ത് ചെയ്യണം? 21 minus 7, അതായത് 14 plus 28i എന്ന് കിട്ടി. ഇതെന്തായി? a plus i b ഫോമിലായി. a എന്ന് പറയുന്നത് 14ഉം b എന്ന് പറയുന്നത് 28ഉം. അതായത് നമുക്ക് തന്നിരുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? എന്തിലോട്ട് മാറ്റി? a plus ib എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കോൺജുഗേറ്റും മോഡുലസും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് z is equal to a plus ib be a complex number, then z bar equal to a minus ib. അതായത് z bar എന്ന് പറയുന്നതാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഫോം ആണ് എന്ത്? z bar. അതായത് z bar is equal to a minus ib എന്നാണ്. അതായത് നോക്കിയേ, z എന്ന് പറയുന്നത് ഒരു a plus ib എന്നൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റിനെയാണ് നമ്മൾ z bar എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്തായിരിക്കും? a minus ib ആയിരിക്കും. വേറെ ഒന്നുമില്ല. എന്താണ് ഇവിടെ? എന്താണോ സിമ്പൽ എയുടെയും ബിയുടെയും നടുവിലായിട്ട് ഇവിടെ എന്താണോ നമ്മൾ സിമ്പൽ കൊടുത്തേക്കണത്, അഡീഷൻ ആണെങ്കിൽ കോൺജുഗേറ്റിൽ അതെന്തായി മാറും? മൈനസ് ആയി മാറും. ഇനി അഥവാ z is equal to a minus ib എന്നായിരുന്നെങ്കിലോ അതിന്റെ കോൺജുഗേറ്റ് z bar is equal to എന്ത് വരുമായിരുന്നു? അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് a plus ib എന്നാകും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആകും, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എന്താകും?
നെഗറ്റീവും ആകും. അതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇസെഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി എന്നാണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി എന്നും, അല്ലെങ്കിൽ ഇസെഡ് എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി എന്നാണെങ്കിൽ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്താകും? എ പ്ലസ് ഐ ബി എന്നും ആകും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്? കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. അടുത്ത നോക്കിയേ, കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വാല്യൂ ആണ് പറയുന്നത്. അതായത് ഇസെഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂനെ മോഡ് ഇസെഡ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് എ സ്ക്വയർ, റിയൽ പാർട്ടിന്റെ സ്ക്വയറും അതേപോലെ ഇമാജിനറി പാർട്ടിന്റെ ബി എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ സ്ക്വയറും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോഡുലസ് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി. അതായത് Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വാല്യൂ മോഡ് Z എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എയുടെ ടേമിന്റെ സ്ക്വയറും ബിയുടെ ടേമിന്റെ സ്ക്വയറും കാണാം, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് കാണണം. അതാണ് അതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Z1 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 3i ആൻഡ് Z2 ഈസ് ഈക്വൽ ടു 2 മൈനസ് i. Then find Z1 divided by Z2. എന്ത് ചെയ്യണം? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. നോക്കാം, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 6 പ്ലസ് 3i എന്നും, അതേപോലെ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 എന്ന് പറയുന്നത് എന്താണ് തന്നേക്കണത്? 2 മൈനസ് ഐ എന്നുമാണ്. 2 മൈനസ് ഐ എന്നുമാണ് നമുക്ക് തന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 ഡിവൈഡഡ് ബൈ Z2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ വാല്യൂസ് അവിടെ കൊടുക്കുക. Z1ന്റെ വാല്യൂ 6 പ്ലസ് 3i ഡിവൈഡഡ് ബൈ Z2 എന്ന് പറയുന്നത് 2 മൈനസ് ഐ എന്നാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏതാണോ കോംപ്ലക്സ് നമ്പർ വന്നേക്കുന്നത് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് കൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കാം, Z1 എന്ന് പറയുന്നത് 6 പ്ലസ് 3i എന്നും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 2 മൈനസ് ഐ എന്നാണ് തന്നേക്കുന്നത്. Z1 ഡിവൈഡഡ് ബൈ Z2 ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 2 മൈനസ് ഐ എന്ന് കൊടുത്തു. അങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വന്നാല് ഡിനോമിനേറ്ററിൽ ഏതാണോ കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? 6 പ്ലസ് 3i ബൈ 2 മൈനസ് ഐ എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. അതിനെന്ത് ചെയ്യാം മക്കളെ? എന്തുകൊണ്ട് ചെയ്യണം? ഇൻറ്റു ഡിനോമിനേറ്ററിത്തെ കോംപ്ലക്സ് നമ്പർ ഏതാണോ അതിന്റെ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചതാണ് അല്ലെ? കോൺജുഗേറ്റിൽ എന്താണ്? എ പ്ലസ് ഐ ബി എന്നാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി എന്നായിരിക്കും. ഇനി എ മൈനസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ഐ ബി എന്നും ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിത്തെ കോംപ്ലക്സ് നമ്പർ 2 മൈനസ് ഐ എന്നാണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ ഇവിടെ ഏതായിരിക്കും? 2 പ്ലസ് ഐ കൊണ്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ട് ഫ്രാക്ഷൻസ് പോലെയാണ് ഉള്ളത് അല്ലെ? രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 2 12 പ്ലസ് 6 into i 6i പ്ലസ് 3i into 2 6i പ്ലസ് 3i into i പ്ലസ് 3i സ്ക്വയർ. അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ നോക്കിയേ, 2 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ എന്നല്ലേ? അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഫോമിലല്ലേ ഇവിടെ കിടക്കണത്? അപ്പൊ അതെന്തെന്ന് വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് വരാം. അതായത് ഇവിടെ അപ്പൊ എയുടെ പ്ലേസിൽ കിടക്കുന്നതാണ് 2, ബിയുടെ പ്ലേസിലുള്ളതാണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പൊ 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് വരും.
ഈക്വൽ ടു 12 പ്ലസ് 6i 6i പ്ലസ് ചെയ്ത 12i ഐ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ കൊടുക്കണം അല്ലെ. അപ്പൊ 3 into i സ്ക്വയർ, അതായത് 3 into i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പൊ 3 into -1 എന്ന് വരും, അതായത് -3 എന്ന് വരും ഇവിടുത്തെ ആൻസർ. ഡിവൈഡഡ് ബൈ 2 ന്റെ സ്ക്വയർ 4, ഐന്റെ സ്ക്വയർ എത്രയാണ്? 4 മൈനസ് ഐയുടെ സ്ക്വയർ എത്രയാണ്? ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ആ വാല്യൂ അവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ 2 നെഗറ്റീവ്സ് വരും, അത് പോസിറ്റീവ് ആകും. അതായത് 12 പ്ലസ് 12i മൈനസ് 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇനി ന്യൂമറേറ്റർ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 12 മൈനസ് 3 എന്നുണ്ട് അല്ലെ. 12 മൈനസ് 3 എത്രയാണ്? 9 ആണ്. പ്ലസ് പിന്നെ ഐയുടെ ടേം ആണുള്ളത്, പ്ലസ് 12i ഹോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പൊ ആൻസർ എന്തെന്ന് കിട്ടി? 9/5 പ്ലസ് 12/5 i എന്നാണ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ, അതായത് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബി ഉണ്ടെങ്കിൽ, a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആണ് ഇസഡ് ബാർ. അതേപോലെ തന്നെ മോഡുലസ് ആണ് മോഡ് z എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെയാണ് നമ്മൾ z⁻⁻1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1/z എന്നും എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ ടു a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? z is equal to a plus ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z⁻1 അല്ലെങ്കിൽ z⁻1 എന്ന് പറയുന്നത് എന്താണ്? z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ എന്നാണ്. ഇനി നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 plus 4i 3 plus 4i എന്ന് പറയുന്നതാണ് നമ്മളുടെ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് z⁻1 അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ ആണ്. അപ്പൊ എന്തൊക്കെ അറിയണം? കോൺജുഗേറ്റും അറിയണം, ഡിനോമിനേറ്ററിൽ മോഡ് z ആണ്, മോഡുലസ് വാല്യൂ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് എഴുതാ? കോൺജുഗേറ്റ് എഴുതാ. കോൺജുഗേറ്റ് z ബാർ ഈസ് ഈക്വൽ ടു, z എന്ന് പറയുന്നത് 3 plus 4i എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആണെങ്കിൽ കോൺജുഗേറ്റിൽ അത് എന്താകും? അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് ആകും. അതായത് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z ബാർ ഈക്വൽ ടു 3 - 4i എന്ന് വരും. ഇനി നോക്കി, അടുത്തത് എന്താണ്? മോഡ് z കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയർ കാണണം. മോഡ് z കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? √a² പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു √a എന്ന് പറയുന്നത് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് b യുടെ ടേം ആണ് 4 സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു √9 പ്ലസ് 16 ഈക്വൽ ടു √25 ഈക്വൽ ടു എത്രയാണ്? 5. അതായത് മോഡ് z മോഡുലസ് വാല്യൂ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വാല്യൂ എത്രയാണ് കിട്ടി? 5 ആണെന്ന് കിട്ടി നമുക്ക്. പക്ഷെ ഇക്വേഷനിൽ എന്താണ് വേണ്ടത്? മോഡുലസ് വാല്യൂന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അതായത് മോഡ് z-ന്റെ സ്ക്വയർ വേണം. മോഡ് z എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 25. ഇനി ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. അതായത് z ഇൻവേഴ്സ് ഈക്വൽ ടു എന്തെന്ന് വരും? z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ എന്നാണ്. അതായത് z ഇൻവേഴ്സ് ഈക്വൽ ടു, z ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 3 - 4i എന്ന് പറയുന്നതാണ് കോൺജുഗേറ്റ്, ഡിവൈഡഡ് ബൈ മോഡ് z-ന്റെ സ്ക്വയർ 25 എന്ന് കിട്ടും. ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 3/25 മൈനസ് 4/25 ib. അതായത് a - ib ഫോമിൽ അല്ലെങ്കിൽ a plus ib ഫോമിലാണ് എന്ത്? z ഇൻവേഴ്സ് എന്നുള്ളത് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 - 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് എന്ത് കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാം. എന്താണ് ഇക്വേഷൻ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ഇക്വേഷൻ
z raised to minus 1 is equal to z bar divided by mod z square എന്നാണ്. എന്ത് കണ്ടുപിടിക്കണം? ആദ്യം z bar കാണണം, അതായത് കോൺജുഗേറ്റ് കാണണം. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ 2 - 3i എന്നാണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ ഇവിടെ എന്താവണം? പോസിറ്റീവ് ആവണം. 2 + 3i എന്നാവണം. ഇനി അടുത്ത വാല്യൂ എന്താണ് ഇക്വേഷനിൽ കാണേണ്ടത്? മോഡ് z കണ്ടുപിടിക്കാനുണ്ട്. മോഡ് z എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ √a² + b² എന്നാണ്. ഇവിടെ a എന്ന് പറയുന്നത് 2ഉം b എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √2² + -3² എന്ന് വരും. ഈക്വൽ ടു √2ന്റെ സ്ക്വയർ 4 കൊടുക്കാം, പിന്നെ എന്താണ് +3ന്റെ സ്ക്വയർ 9 കൊടുക്കാം. √13 എന്ന് വരും. മോഡ് സെഡിന്റെ സ്ക്വയർ √13 കിട്ടി. പക്ഷെ നമുക്ക് ഇക്വേഷനിൽ എന്താണ് വേണ്ടത്? മോഡ് സെഡ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോ √13ന്റെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. അപ്പൊ സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നാൽ ബാക്കി ആൻസർ എത്രയാണ്? സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ 13 കിട്ടും. അപ്പൊ മോഡ് സെഡിന്റെ സ്ക്വയർ 13 കിട്ടി. ഇനി എന്ത് ചെയ്യാ? ആ വാല്യൂസ് ഒക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Multiplicative inverse z inverse equal to z bar divided by mod z square എന്നാണ്. ഈക്വൽ ടു z bar എന്ന് പറയുന്നത് 2 + 3i ആണ് അല്ലെ? ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് z bar. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 + 3i ആണ്. ഡിവൈഡഡ് ബൈ മോഡ് സെഡിന്റെ സ്ക്വയർ എത്രയാണ് കിട്ടിയേക്കണം? 13. ഇനി എന്ത് ചെയ്യാ? 2/13 + 3/13 i എന്ന് എഴുതാം. അതായത് a+ib ഫോമിൽ നമുക്ക് എന്ത് കിട്ടി? തന്നിരുന്ന നമ്മളുടെ കോംപ്ലക്സ് നമ്പർ 2 - 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2/13 + 13/3/13 i എന്ന് കിട്ടി. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായിട്ട് ചാപ്റ്റർ പഠിക്കുക.